അസ്സലാം. ലാലേട്ടൻ്റെതായി വരാനിരിക്കുന്നത് ഗംഭീര ലൈനപ്പുകളാണ്. ഏകദേശം 14ഓളം സിനിമകളാണ് ലാലേട്ടൻ്റെതായി ഇനിയും വരാനിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പുതിയ തലമുറയുടെയും പഴയ തലമുറയുടെയും പ്രിയങ്കരനായ നടനായി മാറുകയാണ് മോഹൻലാൽ. എന്നും അങ്ങനെ തന്നെയാണ്. ഇവിടെ പുതിയ സംവിധായകരും പഴയ സംവിധായകർക്കും ഒരേപോലെ തന്നെ അവസരങ്ങൾ നൽകുന്നു മോഹൻലാൽ. മോഹൻലാലിൻ്റെതായി ഇനി വരാനിരിക്കുന്ന സിനിമ ബറോസാണ്. നമുക്കറിയാം, മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. വോൾട്ട് ഡിസ്നിയാണ് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. മാർച്ചിൽ വരുമെന്ന് പറയുന്ന സിനിമ ചില കാരണങ്ങൾ കൊണ്ട് പിന്നെയും നീളും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒഫീഷ്യലായിട്ട് അതിന് പക്ക ഡിക്ലറേഷനൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ സിനിമയായിട്ടുള്ളത് ഋഷഭയാണ്. തെലുങ്ക് സിനിമയാണ്. വലിയ ബഡ്ജറ്റിൽ തന്നെ വരുന്ന ഒരു സിനിമ. തെലുങ്ക് ദേശത്തെ ഞെട്ടിക്കാനായി മോഹൻലാൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. മൂന്നാമത്തെ സിനിമ കണ്ണപ്പ എന്ന കന്നഡ സിനിമയാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു വേഷം തന്നെയാണ് ലാലേട്ടൻ അതിനകത്തിൽ അഭിനയിക്കുന്നത്. മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാകാൻ പോകുന്ന എമ്പുരാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രം. നമുക്കറിയാം, ഏകദേശം 30-ന് മുകളിലുള്ള രാജ്യങ്ങളിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ 2 ഷെഡ്യൂളുകളോളം കഴിഞ്ഞു. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ സിനിമ ഒരു വർഷമെടുത്താണ് ഈ സിനിമ വരാൻ പോകുന്നത്. അടുത്തതായി റംബാൻ എന്ന സിനിമയാണ്. ജോഷി സിനിമയാണ് റംബാൻ. ജോഷി ചെമ്പൻ വിനോദ് കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണ് റംബാൻ. എന്താണെങ്കിലും മുണ്ട് മടക്കി കൊത്തി മീശ പിരിക്കുന്ന ലാലേട്ടനെ കാണാൻ കഴിയും എന്ന് തന്നെ നമുക്ക് അതിനകത്തിൽ പ്രതീക്ഷിക്കാം. അടുത്തതായി വരാനിരിക്കുന്നത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരാൻ പോകുന്ന സിനിമയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഹരം എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമകൾക്ക് ശേഷം വരാൻ പോകുന്ന സിനിമയാണ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ഹരം എന്ന സിനിമ. അതിൻ്റെ അടുത്തായി വരാൻ പോകുന്നത് സത്യൻ അന്തിക്കാട് സിനിമയാണ്. അത് ഏറെക്കുറെ ഉറപ്പ് എന്നുള്ള ലെവലിൽ തന്നെ നേരത്തെ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൺഫേം ആയിരിക്കുകയാണ്. സത്യൻ അന്തിക്കാടിന് ശേഷം നമുക്കറിയാം, സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന സിനിമകളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലും നമുക്ക് ഏറെ പ്രിയമുള്ളതായിരുന്നു. കാരണം അത്രത്തോളം തന്മയത്തോടെ കൂടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതേപോലെയുള്ള നാടൻ കഥകളുമായി വരുന്ന നമ്മളിൽ ഒരാളായി മാറുന്ന ലാലേട്ടനെ നമുക്ക് അതിലൂടെ കാണാൻ കഴിഞ്ഞു. ഒരുപക്ഷെ 80-കൾ 90-കൾ അല്ലെങ്കിൽ 90-കളിൽ നമുക്ക് പറയാം, 80-കൾ എന്നല്ല, 90-കളിൽ നമുക്ക് പറയുമ്പോൾ സത്യൻ അന്തിക്കാട് മോഹൻലാൽ ചിത്രം ശരിക്കും ഓരോ മലയാളിയുടെയും അഹങ്കാരമായിരുന്ന കാലഘട്ടമായിരുന്നു. വീണ്ടും ആ ഒരു കൂട്ടുകെട്ട് വരുമ്പോൾ നമുക്ക് കാണാം, മലയാളത്തിൽ പച്ചയായ മലയാള സിനിമ കാണാം എന്നുള്ളൊരു മോഹം. വീണ്ടും ബ്ലസ്സിയിലേക്കാണ് എത്താൻ പോകുന്നത്. ബ്ലസ്സി ആടുജീവിതം കഴിഞ്ഞാൽ വീണ്ടും വരാൻ പോകുന്നത് മോഹൻലാൽ ചിത്രത്തിലൂടെയാണ്. അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ PK സജീവാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ബ്ലസ്സിയുടെ സിനിമകളിൽ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകാറുണ്ട്. മോഹൻലാലിൻ്റെ ഏറ്റവും നന്നായി സമീപകാലങ്ങളിൽ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന സംവിധായകൻ ബ്ലസ്സിയാണ്. കാരണം ആ സിനിമകൾ, ബ്ലസ്സിയുടെ സിനിമകൾ ഓരോന്നും നമ്മളെ ആ രീതിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഫ്രഷ്നെസ് പോകാതെ നമ്മളിൽ ഒരാളായി നമ്മളുടെ കണ്ണ് നിറയിപ്പിക്കുന്ന സിനിമകളിലേക്ക് ബ്ലസ്സി എത്തിച്ചിരുന്നു. വീണ്ടും ബ്ലസ്സിയിൽ നിന്ന് വരുമ്പോൾ ഒരു സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 9ാമത് വരാൻ പോയിരിക്കുന്നത് റാമാണ്. നമുക്കറിയാം, ഏറെ നാളുകളായി ചിത്രീകരണം നടക്കുകയും പിന്നീട് അത് നിർത്തിവെക്കുകയൊക്കെ ചെയ്തു. റാം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണ്. കൈതൊട്ടതെല്ലാം തന്നെ പൊന്നാക്കുന്ന ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷൻ. അവിടെ 2 സിനിമകളായിട്ട് വരുന്നത് പാർട്ട് 1ഉം പാർട്ട് 2ഉം. റാം 1, റാം 2. പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് തന്നെ സിനിമ നിർത്തിവെക്കുന്നുവെന്ന് പച്ചയ്ക്ക് പറഞ്ഞ സംവിധായകനാണ് ലാൽ ജോസ്. അതെ, അതിൻ്റെ ബഡ്ജറ്റ് തന്നെ പ്രശ്നമായിരുന്നു. അതിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. വീണ്ടും ആ സിനിമ 2ഉം കൂടി എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. 2 പാർട്ടുകളായിട്ടുള്ള ഈ സിനിമ ഈ വർഷം തന്നെ ഷൂട്ടിംഗ് തീരും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതിൽ റാം 1 ഈ വർഷം തന്നെ റിലീസാകും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തയും. ഇതുകൂടാതെ 11ാമതായിട്ട് അനൂപ് സത്യൻ. അതും നമ്മൾ നേരെ നാളുകളായി കേൾക്കുന്നതാണ്. നമ്മുടെ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അനൂപ് സത്യനും ഒന്നിച്ചുള്ള മോഹൻലാൽ ചിത്രമാണ്. അതുകൂടാതെ വിനീത് ശ്രീനിവാസനും മോഹൻലാലും ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പുതിയ തലമുറയുമായിട്ട് മോഹൻലാൽ ഒരുമിക്കുമ്പോൾ അവിടെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന സിനിമയായിരിക്കും വരാൻ പോകുന്നത്. പിന്നീട് അൻവർ റഷീദുമായിട്ടുള്ള സിനിമയാണ് അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത്. ടിനു പാപ്പച്ചനുമായുള്ള സിനിമയും വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാലും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ലൈനപ്പുകളുമായിട്ടാണ് ലാലേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിഗംഭീരമെന്ന് തന്നെ പറയാം. മലയാളത്തിൻ്റെ ഓരോ മലയാളിയെയും ഞെട്ടിക്കാൻ പോകുന്ന സിനിമകൾ തന്നെയായിരിക്കും ഇതിൽ ഭൂരിഭാഗവും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.